ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിഴ 2 എന്ന് പറയുന്ന ചൈനീസ് അനിമേഷൻ സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ കാണാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് 2019 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിഴ എന്നാണ് പേര്. ആ ഒരു സിനിമ ഞാൻ OTT വന്ന സമയത്ത് ജസ്റ്റ് വെറുതെ കാഷ്വലി കണ്ടു നോക്കിയതാണ്. അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നത് ഭീകര പരിപാടിയായിരുന്നു. അതും 2019 ആലോചിക്കണം. പക്ഷേ അനിമേഷൻ സിനിമകൾക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. വിഷ്വൽ സൈഡും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പെട്ട സാധനമായിരിക്കും. നമുക്ക് ലൈവ് അഡാപ്റ്റേഷനിൽ ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളും നമുക്ക് അനിമേഷൻ സിനിമകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. അതായത് നിഴ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ലോകത്തേക്ക് പോകുന്നൊരു സീക്വൻസുകളുണ്ട്. ഒരു സംഭവം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നൊരു സീക്വൻസ്. അതിനുള്ളിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ വായ പൊളിച്ചു പോകും. അത്തരത്തിലുള്ള കിഡിലൻ വിഷ്വൽസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എസ്പെഷ്യലി ആക്ഷൻ സീക്വൻസുകളും കൊണ്ട് ഗംഭീര ഒരു സിനിമയായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് നിഴ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്. സോ ആ ഒരു സിനിമയൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ പല സന്ദർഭങ്ങളുണ്ടായിരുന്നു ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. പിന്നെ ഈ അടുത്താണ് നിഴ 2 റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അത് ചൈനയിൽ റിലീസ് ചെയ്തതിന് ശേഷം 12 ദിവസം കൊണ്ട് 9,000 കോടി എങ്ങാണ്ട് കളക്ട് ചെയ്തു എന്നൊക്കെ അറിഞ്ഞിരുന്നു. ആ സമയം മുതൽക്കേ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടി. പക്ഷേ ഇന്ത്യയിൽ അത് ഒരേ സമയം റിലീസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ റിലീസ് ചെയ്ത് ഏതാണ്ട് ഇപ്പം ഈ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ ഇവിടെ റിലീസ് ചെയ്തിട്ട്. അവിടെ ഫെബ്രുവരിയിലോ മാർച്ചിലെങ്ങാണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് പാർട്ട് എന്തായാലും കണ്ടിരിക്കണം. കാരണം അതിലാണ് ഈ ഓബിങ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും അതുപോലെ തന്നെ നിഴ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൊത്തം ആ ഒരു പടത്തിനകത്താണ്. സോ അതിൻ്റെ പക്ക ഒരു കണ്ടിന്യൂഷനാണ് നിഴ 2 എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസുകളും അതുപോലെ തന്നെ ഡബ്ബിങ് ആണെന്നുണ്ടെങ്കിലും വിഷ്വല് മാസ്റ്റർ പീസ് എന്ന് വേണം പറയാൻ. അതിനപ്പുറത്തേക്ക് വേറൊന്നും എനിക്ക് പറയാറില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കിഡിലൻ അനിമേഷൻ സിനിമയാണ് നിഴ എന്ന് പറയുന്നത്. ഒരു സിനിമയ്ക്കും ഇതിന്റെ മുകളിലേക്ക് നിൽക്കാൻ പറ്റും ഞാൻ കണ്ടതിലില്ല. നമ്മളിങ്ങനെ വണ്ടറടിച്ചു പോകും, എങ്ങനെയാണ് ഇവർ ഇതൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈവ് അഡാപ്റ്റേഷനിൽ ഒരിക്കലും കാണിക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇവർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വെപ്പൺസ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഇതിൽ വില്ലന്മാരുടെ സൈഡിൽ അവർക്കൊരു പ്രത്യേക ഒരു പവർ ഉണ്ട്. ആ ഒരു സാധനമൊക്കെ കണ്ടിട്ട് ഈശ്വര എങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ വണ്ടറടിച്ചിരുന്ന് പോയി കണ്ടൊരു സിനിമ തന്നെയാണ് നിഴ 2 എന്ന് പറയുന്നത്. അതും പ്രത്യേകിച്ച് ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത്, അതും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ, അത് ഫസ്റ്റ് ആക്ഷൻ സീക്വൻസിൽ നിങ്ങൾക്കത് മനസ്സിലാവും അത് എന്താണ് ആ ഒരു സംഭവം എന്നുള്ളതൊക്കെ. അത് ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ട്രാക്കിലേക്ക് പോകുന്നതും അതിനുശേഷം ഇൻട്രോയിലോട് കൂടി വീണ്ടും വേറൊരു ജേണർ ഷിഫ്റ്റിലേക്ക് പോയി വേറൊരു പരിപാടിയൊക്കെ പിടിച്ച് ഒരു ഗംഭീര ഒരു സംഭവം തന്നെയാണ് നിഴ 2 എന്ന് പറയുന്നത്. ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് പാർട്ട് 1 മണിക്കൂർ 50 മിനിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഷ്ടി അറൗണ്ട് 2 മണിക്കൂറിന് താഴെയാണെങ്കിൽ ഇത് ഏകദേശം 2.5 മണിക്കൂറുണ്ട് ഈ ഒരു നിഴ 2 എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു കാര്യങ്ങൾ കാണിക്കുന്നതാണെങ്കിലും എല്ലാം സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ ഇനോക്സിൽ പോയിട്ടാണ് കണ്ടത്, തൃശ്ശൂർ ശോഭ സിറ്റിക്കകത്ത്. ഞാൻ അധികം അവിടെ പടങ്ങൾ പോയി കാണാറില്ല, പക്ഷെ ഇത് അവിടെ മാത്രമേ ഒരു ഷോ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ കാശ് ചിലവായാലും വേണ്ടില്ല, അതിനുള്ള സാധനം ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പുണ്ടായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിനകത്ത് ഉള്ള ആ ഒരു സംഭവത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് പെടച്ചു വെച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ആ സാധനമൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കാൻ തോന്നും. പിന്നെ ഒരു 1-2 പാട്ടുകളൊക്കെ ഉണ്ട്. അത് എൻ ക്രെഡിറ്റ്സിലൊക്കെ എഴുതി കാണിക്കുന്ന സമയത്തുള്ള പാട്ടുകൾ, അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഒരു രക്ഷയില്ല. പിന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, നിഴ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു എന്താ പറയുക, ഗ്രോത്ത് ഉണ്ടല്ലോ, ഒരു ഗംഭീരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 2019 ശേഷം സെക്കൻഡ് പാർട്ട് ഇറക്കുന്നത് അവർ 2025 ഏകദേശം 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഇറക്കുന്നത്. ആ ഒരു ടൈം ഗ്യാപ്പ് അവരെടുത്തതിനുള്ള എഫേർട്ടിനുള്ള റിസൾട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത്രയധികം ഗ്യാപ്പ് വന്നിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കുന്ന സമയത്ത്, ഇപ്പോൾ ലൈവ് അഡാപ്റ്റേഷനിലാണെങ്കിൽ അതിലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ അനിമേഷനെ സംബന്ധിച്ച് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ സാധനങ്ങൾ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ. സോ അതൊക്കെ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. എവിടെയും നമുക്കൊരു മിസ്മാച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നില്ല. നല്ല രീതിക്ക് വൃത്തിക്ക് വെട്ടിപ്പായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും അതൊരു തിയേറ്ററിൽ നിന്ന് കാണാനുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ OTT വന്ന് കണ്ടാൽ പോലും നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പടം ഇഷ്ടമാവും, പക്ഷേ
തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതും പ്രത്യേകിച്ച് ഐമാക്സിലൊക്കെ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം അത്രയും വലിയ സ്ക്രീനിൽ കണ്ടാൽ പോലും നിങ്ങൾക്ക് മതിയാവില്ല. അത്രയധികം വിഷ്വലി ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റണ്ണിങ്, എന്തൊക്കെയാ പറയേണ്ടത് വെച്ചാൽ അതൊക്കെ പറയാം. അമ്മാതിരി പരിപാടി. പിന്നെ എൻ ക്രെഡിറ്റ് ഒക്കെ കണ്ടിട്ട് എണീറ്റ് പോന്നാൽ മതി. അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സോ എന്തായാലും തേർഡ് പാർട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഏകദേശം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഈ നെഴ എന്ന് പറയുന്ന ഈ 2 പടങ്ങൾ കൂടാതെ 2021 നെഴ റീബോൺ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. സോ അതും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക. അതൊരു റേസിംഗ് സംബന്ധിച്ചിട്ടൊരു പരിപാടിയും കാര്യങ്ങളും പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന ഒരു കിടിലൻ പരിപാടിയാണ്. നെഴ റീബോൺ 2021 അടിച്ചു പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടും. നല്ല രസമായി നെറ്റ്ഫ്ലിക്സിലുണ്ട്. അതും ഒന്ന് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു വെക്കുക. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.